Ninth question, integral 0 to 2 x into root of 2 minus x dx. ഓക്കെ, അപ്പോൾ ഇവിടെയും നമുക്ക് നേരത്തെ സെയിം പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാം. 0 to a f of x dx, f of x dx equal to 0 to a എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്ത് കൊടുക്കും? a മൈനസ് എക്സ് ഡി എക്സ്. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഇൻ്റഗ്രൽ 0 to 2 എക്സ് എവിടെയാണോ അവിടേക്ക് a മൈനസ് എക്സ്. അപ്പോൾ ഇവിടുത്തെ a മൈനസ് എക്സ് എന്താണ്? ഇതാണ് a 2 മൈനസ് എക്സ്. ഇനി എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് 2 മൈനസ് എക്സ് കൊടുക്കാൻ പോവാണ്. അപ്പോൾ 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് എക്സ്. എക്സ് റീപ്ലേസ് ചെയ്തിട്ട് 2 മൈനസ് എക്സ്. ദെൻ ഇൻ്റഗ്രൽ 0 to 2 മൈനസ് എക്സ്, ദെൻ റൂട്ട് ഓഫ്. ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരെ? 2 മൈനസ് 2 മൈനസ് ഓഫ് മൈനസ് എന്തായി മാറും? പ്ലസ് എക്സ് ആയി മാറും അല്ലേ? 2 മൈനസ് 2 പ്ലസ് എക്സ് ഡി എക്സ്. ഇതിൽ പ്ലസ് 2 മൈനസ് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞു. ഇനി അവിടെ എന്താ ബാലൻസ് ഉള്ളത്? ഇൻ്റഗ്രൽ 0 to 2 മൈനസ് എക്സ് ഇൻറ്റു റൂട്ട് ഓഫ് 2 മൈനസ് 2 ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ റൂട്ട് എക്സ് ഡി എക്സ്. ഇനി ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്യാം. എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? റൂട്ട് എക്സ് ഇൻറ്റു 2. റൂട്ട് എക്സ് ഇൻറ്റു 2 ചെയ്താൽ എന്തായിരിക്കും? 2 റൂട്ട് എക്സ്. അപ്പോൾ റൂട്ട് എക്സ് എഴുതുന്നതിന് പകരം ഞാൻ എക്സ് റേസ്റ്റ് ഹാഫ് എന്ന് എഴുതാണ്. അതാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ സുഖം. അഗെയിൻ എക്സ് ഇൻറ്റു റൂട്ട് എക്സ്, എക്സ് റേസ്റ്റ് 1 ഇൻറ്റു എക്സ് റേസ്റ്റ് ഹാഫ് എന്താ? എക്സ് റേസ്റ്റ് 1 പ്ലസ് 1/2. ഇതൊക്കെ അറിയാവുന്നതാണ്. അതായത് ദാറ്റ് ഇസ് ഈക്വൽ ടു എന്താണ്? എക്സ് റേസ്റ്റ് 3/2. അപ്പോൾ എക്സും റൂട്ട് എക്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? എക്സ് റേസ്റ്റ് 3/2 അത്രയും ഡി എക്സ്. ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് 0 to 2. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? 2 ഇൻറ്റു എക്സ് റേസ്റ്റ് ഹാഫിന് ഇൻ്റഗ്രേറ്റിൽ കിട്ടുന്ന റിസൾട്ട് എന്തായിരിക്കും? എക്സ് റേസ്റ്റ് ഹാഫ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ 1/2 പ്ലസ് 1 മൈനസ് എക്സ് റേസ്റ്റ് 3/2 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 3/2 പ്ലസ് 1. ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. ഇവിടെയും ലോവർ ലിമിറ്റ് 0, അപ്പർ ലിമിറ്റ് 2. ഇനി കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കേണ്ടി വരും, അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരും. ഓക്കെ, 2 ഇൻറ്റു എക്സ് റേസ് ടു 3/2 അല്ലേ? എക്സ് റേസ് ടു 3/2 ഡിവൈഡഡ് ബൈ 3/2. അപ്പോൾ താഴത്തെ ഡിവൈഡഡ് ബൈ 3/2 റെസിപ്രോക്കലായിട്ട് മുകളിലോട്ട് പോവാണ് ചെയ്യുക. അപ്പോൾ അത് എങ്ങനെയായിട്ടാണ് പോവുക? ഇൻറ്റു 2/3 ഇൻറ്റു 2/3. ഓക്കെ, അവിടെ എക്സിലുള്ള പ്ലേസിലേക്ക് എന്ത് കൊടുക്കണം? എക്സിന് 0 to 2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. മൈനസ് എക്സ് റേസ് ടു 3/2 പ്ലസ് 1. 3/2 പ്ലസ് 1 എന്താ? ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ കിട്ടും 5/2. അപ്പോൾ എക്സ് റേസ് ടു 5/2. ഇനി താഴെയും ഒരു 5/2 ഉണ്ടാകും. ഇവിടെ 0 to 2 ആണ് കൊടുക്കേണ്ടത്. 5/2ൻ്റെ റെസിപ്രോക്കൽ എന്തായിരിക്കും? 2/5. ഇനി സിംപ്ലിഫൈ ചെയ്താൽ ആൻസർ റെഡിയായി. 2 ഇൻറ്റു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, എക്സ് റേസ് ടു 3/2 കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക അത് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് ആണ്. അങ്ങനെയാണ് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ കുറച്ചും കൂടെ എളുപ്പം. അപ്പോൾ എക്സ് ഇൻറ്റു അപ്പർ ലിമിറ്റ് എന്താണ്? 2 ഇൻറ്റു റൂട്ട് 2 മൈനസ് 0 ഇൻറ്റു റൂട്ട് 0 ഇൻറ്റു 2/3 മൈനസ് 5/2. 5/2 കണ്ടാൽ മനസ്സിലാക്കാതെ എന്താണ്? എക്സ് റേസ് ടു 5/2 ആണെങ്കിൽ എക്സ് സ്ക്വയർ ഇൻറ്റു റൂട്ട് എക്സ്. ഓക്കെ, അപ്പോൾ അവിടെ എന്തായിരിക്കും വരിക? 2 സ്ക്വയർ എത്രയാണ്? 4 ഇൻറ്റു റൂട്ട് 2 അല്ലേ? മൈനസ് 0 സ്ക്വയർ ഇൻറ്റു 0 എത്ര വരും? 0 വരും. പുറത്തൊരു 2/5. ഈ കാൽക്കുലേഷൻ ഒന്ന് ശ്രദ്ധിക്കാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്താൽ 2 ഇൻറ്റു 2 റൂട്ട് 2 എന്തായിരിക്കും? 4 റൂട്ട് 2 ഇൻറ്റു 2/3 മൈനസ് 4 റൂട്ട് 2 ഇൻറ്റു 2/5 അല്ലേ? ഇതെന്തായി മാറും? 8 റൂട്ട് 2/3 മൈനസ് 8 റൂട്ട് 2/5. ഇനി ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താൽ എന്തായിരിക്കും? 40 റൂട്ട് 2 മൈനസ് 24 റൂട്ട് 2 ഡിവൈഡഡ് ബൈ 15. സിംപ്ലിഫൈ ചെയ്താൽ 40 റൂട്ട് 2 മൈനസ് 24 റൂട്ട് 2 എത്ര വരും?
16 root 2 divided by 15.